നമസ്കാരം. USA വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ ഉന്നത പഠനം നടത്തുന്നതിനായി വരുന്ന ഡോക്ടർമാർക്ക് പഠനശേഷം ഇവിടെ തുടരുന്നതിന് ആവശ്യമായ നോ ഒബ്ലിഗേഷൻ ടു റിട്ടേൺ ടു ഇന്ത്യ എന്ന സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഇന്ത്യ ഗവൺമെന്റ് നിർത്തലാക്കി. ഇതോടെ 2010 മുതൽ നോ ഒബ്ലിഗേഷൻ സർട്ടിഫിക്കറ്റിനു വേണ്ടി കാത്തിരിക്കുന്ന ഇന്ത്യൻ ഡോക്ടർമാർക്ക് പഠനശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചു പോകേണ്ടതായി വരും. ഇന്ത്യ ഗവൺമെന്റിൽ നിന്ന് ലഭിക്കേണ്ട NORI സർട്ടിഫിക്കറ്റ് ലഭിച്ചെങ്കിൽ മാത്രമേ പഠനശേഷം ഇവിടെ തുടർന്ന് ജോലി ചെയ്യുവാൻ അമേരിക്കൻ ഗവൺമെന്റ് അനുവാദം നൽകുകയുള്ളൂ. ഇന്ത്യയിൽ വിദഗ്ധ ഡോക്ടർമാരുടെ ആവശ്യം കൂടി വരുന്നത് മൂലമാണ് NORI നൽകുന്നത് ഗവൺമെന്റ് നിർത്തലാക്കിയത്. 65 വയസ്സിന് മുകളിലുള്ള ഡോക്ടർമാർക്ക് മാത്രമാണ് ഇപ്പോൾ NORI സർട്ടിഫിക്കറ്റ് നൽകുന്നത്. അറ്റ്ലാന്റിക്സ് ഓഫ് US ഇന്ത്യ വാണിജ്യം മെച്ചപ്പെടുത്തുവാനുള്ള പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. സൗത്ത് ഏഷ്യ സെന്ററിൽ വെച്ച് നടത്തപ്പെട്ട ചർച്ചകളിൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ വ്യാപാരങ്ങൾ $100 ബില്യൺ മുതൽ $500 ബില്യൺ വരെ ഉയർത്തുന്നതിനുള്ള തീരുമാനങ്ങൾ എടുത്തു. സ്മാർട്ട് സിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ, പ്രതിരോധം, സാമ്പത്തിക മേഖല, ഇൻഷുറൻസ്, വാണിജ്യ കരാറുകൾ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് തുടങ്ങിയ മേഖലകളിലായിരിക്കും വികസന പദ്ധതികൾ നടപ്പിലാക്കുവാൻ ഉദ്ദേശിക്കുന്നത്. 2014-2015 കാലയളവുകളിൽ 1.3 മില്യൺ വിദേശ വിദ്യാർത്ഥികളാണ് അമേരിക്കയിൽ പഠനത്തിനായി F1, M1 വിസകളിൽ എത്തിയിട്ടുള്ളത്. ഇതിൽ ഭൂരിപക്ഷവും ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമുള്ളവരാണ്. ചൈനയിൽ നിന്ന് 3,03,000-ൽ പരം വിദ്യാർത്ഥികളും ഇന്ത്യയിൽ നിന്ന് 1,36,000 വിദ്യാർത്ഥികളുമാണ് പഠനത്തിനായി വന്നിട്ടുള്ളത്. F1 വിസകൾ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ഫുൾ ടൈം പഠനത്തിനായി വരുന്നവർക്കും, M1 വിസ തൊഴിൽ അധിഷ്ഠിതമായ യൂണിവേഴ്സിറ്റികളിൽ ഫുൾ ടൈം പഠനത്തിനായി വരുന്നവർക്കുമായുമാണ് നൽകപ്പെടുന്നത്. ഇന്ത്യൻ അമേരിക്കൻ ഫിലിം ഡയറക്ടർ മീര നായർ സാൻ ഫ്രാൻസിസ്കോ ഫിലിം സൊസൈറ്റിയുടെ 59ാമത് വാർഷിക അവാർഡിന് അർഹയായി. നിരവധി ഹോളിവുഡ് താരങ്ങളും ഓസ്കർ ജേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. ഇന്ത്യയിൽ റൂർഖല്ലയിൽ ജനിച്ച് ഡൽഹിയിലും ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിലും പഠനം പൂർത്തിയാക്കിയ മീര നടിയായി അഭിനയിച്ചതിനു ശേഷം ഹ്രസ്വ ചിത്രങ്ങളും ഡോക്യുമെന്ററി ഫിലിമുകളും നിർമ്മിച്ചിരുന്നു. ഇവരുടെ പ്രധാനപ്പെട്ട സിനിമകൾ സലാം ബോംബെ, Mississippi Masala, The Arora Family, Kama Sutra, A Tale of Love, Hysterical Blindness, Vanity Fair, The Namesake, Amelia, The Reluctant Fundamentalist തുടങ്ങിയവയാണ്. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിനു വേണ്ടി മത്സരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന് ഏഷ്യൻ അമേരിക്കൻ റിപ്പബ്ലിക്കൻ കമ്മിറ്റി പ്രസിഡന്റ് ഹരി സിംഗും സ്ഥാപക പ്രസിഡന്റ് പ്രസില്ല പരമേശ്വരനും പിന്തുണ പ്രഖ്യാപിച്ചു. ട്രംപിന് മാത്രമേ അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കാനും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുവാനും അതുവഴി സാധാരണ അമേരിക്കൻ പൗരന്മാർക്ക് പ്രയോജനം ലഭിക്കുവാനും കഴിയുകയുള്ളൂ എന്ന് ഇവർ അഭിപ്രായപ്പെട്ടു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ട്രംപിന് മാത്രമേ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുവാനും കഴിയുകയുള്ളൂ എന്നും ഇവർ അവകാശപ്പെട്ടു. ഇന്ത്യൻ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഗൗരവ് ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ശാസ്ത്രജ്ഞർ അപകടം മൂലം തളർന്നുപോയ ശരീരഭാഗങ്ങൾ ചലിപ്പിക്കുവാൻ സഹായകമാകുന്ന സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്തു. ഒഹായോ ബെറ്റലി മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞരുടെ സംഘമാണ് അവർ വികസിപ്പിച്ചെടുത്ത കമ്പ്യൂട്ടർ ചിപ്പ് 5 വർഷം മുൻപ് നെഞ്ചിന് താഴെ തളർന്നുപോയ ഇയൻ ബുക്കർ എന്ന യുവാവിന്റെ ശരീരത്തിൽ സ്ഥാപിച്ചത്. ഈ കമ്പ്യൂട്ടർ ചിപ്പ് തലച്ചോറിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ സ്പൈനൽ കോഡിൽ കൂടി അല്ലാതെ നേരിട്ട് അവയവങ്ങളിൽ നൽകുന്നു. ഇങ്ങനെ തളർന്നുപോയ ശരീരങ്ങൾ ചലിപ്പിക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇന്ത്യൻ വംശജനായ ഡോക്ടർ പരംജിത് സിംഗിനെ $3.1 മില്യൺ മെഡിക്കെയർ തട്ടിപ്പിന് 9 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. US ഡിസ്ട്രിക്ട് കോർട്ട് ജഡ്ജ് ഡെബ്ര കാസ്നോവാണ് ഹെൽത്ത് കെയർ ഫ്രോഡ്, വ്യാജരേഖകൾ സമർപ്പിക്കൽ, നീതി നിഷേധിക്കൽ, വയർ ഫ്രോഡ് തുടങ്ങിയ കുറ്റങ്ങൾക്കായി ശിക്ഷ നൽകിയത്. ജയിൽ ശിക്ഷ കൂടാതെ $3 മില്യൺ ഇദ്ദേഹത്തിൽ നിന്ന് കണ്ടുകെട്ടുവാനും കോടതി ഉത്തരവിട്ടു. അമിതമായി മദ്യപിച്ച് യൂബർ ഡ്രൈവറെ മർദ്ദിക്കുകയും അസഭ്യവും പറഞ്ഞ ഇന്ത്യൻ വംശജയായ ഡോക്ടർ അഞ്ജലി കിസോമിനെ അവർ ജോലി ചെയ്തിരുന്ന മയാമി ഹോസ്പിറ്റൽ പിരിച്ചുവിട്ടു. ഇവർ ഡ്രൈവറെ അധിക്ഷേപിക്കുന്ന ചിത്രങ്ങൾ യൂട്യൂബിൽ വരുന്നതോടെയാണ് ഈ പ്രശ്നം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വാർത്ത പരന്നതോടെ ഇവർ പരസ്യമായി നിരവധികം ക്ഷമാപണം നടത്തിയിരുന്നു. മയാമി ജാക്സൺ ഹെൽത്ത് സിസ്റ്റത്തിൽ 4 വർഷമായി ന്യൂറോളജി വിഭാഗത്തിൽ റെസിഡൻസി ചെയ്യുകയായിരുന്നു ഡോക്ടർ അഞ്ജലി. ഫോമയുടെ ഷിക്കാഗോ റീജിയൻ കൺവെൻഷൻ ഷിക്കാഗോ സെയിന്റ്
മേരീസ് ജ്ഞാനായ ദേവാലയ ഓഡിറ്റോറിയത്തിൽ വെച്ച് സീറോ മലബാർ സഹായമെത്രാൻമാർ ജോയി ആലപ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. മുഖ്യ അതിഥിയായി മോട്ടൺ ഗ്രോവ് മേയർ ഡാൻ ഡെമിട്രിയ പങ്കെടുക്കുകയുണ്ടായി. ഇതിനോടനുബന്ധിച്ച് ഫ്ലോറിഡയിൽ വെച്ച് നടക്കുന്ന ഫോമയുടെ നാഷണൽ കൺവെൻഷന്റെ രജിസ്ട്രേഷൻ കിക്ക് ഓഫ് പ്രസിഡന്റ് ആനന്ദ് നിരബേൽ നിർവഹിച്ചു. ഫോമയുടെ നേതാക്കളായ സണ്ണി വള്ളിക്കുളം, ജോസ് കുരിശിങ്കൽ, ബെന്നി വച്ചാച്ചിറ, ബിജു ഫിലിപ്പ് തുടങ്ങിയവർ സമ്മേളനത്തിന് നേതൃത്വം നൽകി. 2 വർഷക്കാലം 14-16 കാലഘട്ടങ്ങളിൽ അമേരിക്കൻ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഫോമ കാഴ്ചവെച്ചത്. മലയാളത്തിന്റെ ആ വലിയ ഒരു ഗരിമ ഇവിടെ ഈ നാട്ടില് ഉയർത്തി നിർത്തുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നു. സംഘടനകളാണ് അമേരിക്കയിലുള്ള, അതിൽ 65 സംഘടനകളും ഈ ഫോമയുടെ കീഴിലുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു ഈ സംഘടനകളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു നേതാവാണ് നമ്മുടെ മിഷൻ ആനന്ദ്. അമേരിക്കയിലുള്ള എല്ലാ മലയാളികളും ഒരു 2 കരങ്ങൾ നീട്ടി ഞങ്ങളെ സഹായിച്ചു. അതിനുദാഹരണമാണ് ഈ $100,000 റേസ് ചെയ്യാൻ സഹായിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. There is a universal language in charity and in giving, and that's exactly what this is about. In the world, humans are generally good people, and we want to do better, we want to help, and organizations like FOMA again are vital to that. ഈ സംഘടന തുടങ്ങിയത് തന്നെ ഇന്നോ 1-2 വർഷങ്ങൾക്ക് ശേഷം അത് നിന്നു പോകാനല്ല, തലമുറ കൈമാറി ഈ അന്ന് തുടങ്ങി വെച്ചത് നമ്മുടെ അടുത്ത തലമുറയ്ക്കും അത് ഉപയോഗപ്പെടുന്ന രീതിയിലായിരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് ട്രിവാൻഡ്രം RCC പ്രോജക്റ്റിൽ ഒരു OP വിഭാഗം പണിയുവാൻ ഞങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞ 2 വർഷം കൊണ്ട്. അതൊരു അഭിമാനമായിട്ട് ഞാൻ കാണുന്നു. ഞാൻ ആനന്ദൻ നിരവേൽ, ഞാൻ ആനന്ദൻ ചേട്ടൻ എന്നാണ് വിളിക്കുന്നത്. 2013 കൺവെൻഷൻ ഫ്ലോറിഡയിൽ അദ്ദേഹം വളരെ ഭംഗിയായിട്ടാണ് നടത്തിയത്. അദ്ദേഹം കൺവെൻഷൻ വിജയകരമായി നടത്തി എന്നുള്ളത് കൂടാതെ $10,000 മിച്ചം വെച്ച് പുതിയതായിട്ട് വന്ന ഭരണസമിതിയെ ഏൽപ്പിക്കുകയും ചെയ്തു. മിയാമിയിലെ സാഗര തീരത്ത് നടക്കുന്ന മലയാളി സംഗമം ഒരു ചരിത്ര സംഭവമായി മാറിയിട്ട് രജിസ്ട്രേഷൻ കൊണ്ട് ഇപ്പം തന്നെ വളരെ ശക്തമായി മാറിക്കൊണ്ടിരിക്കുന്ന കൺവെൻഷന് ഫോമ എന്ന് പറയുന്ന സംഘടന ഇന്ന് അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ മലയാളി സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാസാന്നിധ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നതിൽ വ്യത്യസ്തമായിട്ട് അമേരിക്കൻ സംഘടനകളിൽ ആദ്യമായിട്ടാണ് അമേരിക്കയിൽ തന്നെ വെച്ച് ഒരു റിസോർട്ടിൽ വെച്ച് ഒരു കൺവെൻഷൻ നടത്താൻ പോകുന്നത്. ഫെഡറേഷൻ ഓഫ് മലയാളി അസോസിയേഷൻ ഓഫ് അമേരിക്കയുടെ എല്ലാ ഭാവി പരിപാടികൾക്കും എൻ്റെ സ്വന്തം സംഘടനയായ കേരളൈറ്റ് അമേരിക്കൻ അസോസിയേഷന്റെ എല്ലാവിധ ആശംസകളും. പേരിലോ പെരുമയിലോ അല്ല, താൻ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം എത്ര മനോഹരമായി നിർവഹിക്കുന്നു എന്നതിലാണ് ഒരു നേതാവിന്റെ കഴിവും. I think the mayor said it best. Our community is all about support. Our community is all about charity. ഷിക്കാഗോ റീജിയണൽ കൺവെൻഷനും നാഷണൽ കൺവെൻഷനേക്കുള്ള രജിസ്ട്രേഷൻ കിക്ക് ഓഫും നടന്നു. വളരെയേറെ ആളുകൾ ഇതിനോട്ട് മുന്നോട്ട് വരികയും രജിസ്ട്രേഷൻ നടക്കുകയും ചെയ്തു. ഇന്നത്തെ കൺവെൻഷന് ഞങ്ങളുടെ പ്രതീക്ഷകൾക്കും ഒക്കെ അപ്പുറമായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചതിൽ ഒരു വൻ വിജയമാക്കുവാൻ ഈ കൺവെൻഷൻ കൊണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു. ഷിക്കാഗോയിൽ ആദ്യമായിട്ടാണ് ഫോമയുടെ ഒരു കൺവെൻഷൻ നടത്തുവാൻ ആഗ്രഹിക്കുന്നത് 2018. അതിന് ഷിക്കാഗോയിലെ എല്ലാ മലയാളികളെയും അടുത്ത 2 വർഷത്തേക്ക് സജ്ജമാക്കുകയാണ് ഇന്നത്തെ മീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഡാലസ് ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ വിഷു ആഘോഷങ്ങൾ ക്ഷേത്രശാന്തി നിലമന വിജയൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു. വിഷുക്കണി ദർശനവും വിഷു കൈനീട്ടവും സ്വീകരിക്കുന്നതിന് ഡാലസ് ഫോർട്ട് വർത്തിലെ വിശ്വാസികൾ വന്നുചേർന്നു. പ്രസിഡന്റ് ശ്രീ ഗോപാലപിള്ള എല്ലാവർക്കും വിഷു ആശംസകൾ നേർന്നു. നമസ്കാരം, ഞാൻ സുചിത്ര. ഡാലസിലെ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ വിഷു ആഘോഷങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകത്തുള്ള എല്ലാ മലയാളികളും വിഷു ആഘോഷിക്കുന്ന ഈ വേളയിൽ ഡാലസിലെ മലയാളി ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലും ഞങ്ങൾ വിഷു ആഘോഷിക്കുകയാണ്. ഇവിടെ ഞങ്ങളോടൊപ്പം വിഷു ആഘോഷിക്കാൻ അയ്യപ്പഗാന ജ്യോതി കലാരത്നം ശ്രീ ജയവിജയന്മാരിലെ ജയൻ, നമുക്കെല്ലാവർക്കും മനോജ് കെ ജയൻ്റെ അച്ഛൻ എന്ന നിലയിൽ അദ്ദേഹം പ്രശസ്തനാണ്. അദ്ദേഹം ഞങ്ങളോടൊപ്പം വിഷു ആഘോഷിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബും ഫലസാരഭക്ഷിതം
ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. അച്യുതാനന്ദ ഗോവിന്ദ മാധവ അച്യുതാനന്ദ ഗോവിന്ദ സച്ചിദാനന്ദ നാരായണ. ഫിലാഡൽഫിയയിലുള്ള വിവിധ മലയാളി ദേവാലയങ്ങൾ സംയുക്തമായി സംഗീത സായാഹ്നം കൊയർ ഫെസ്റ്റ് നടത്തുകയുണ്ടായി. ഡെലവെയർ വാലി മർത്തോമ ദേവാലയത്തിൽ നടന്ന ഈ സംഗീത വിരുന്നിൽ ഫിലാഡൽഫിയയിലെ വിവിധ ദേവാലയങ്ങളിലെ ഗായക സംഘങ്ങൾ പങ്കെടുത്തു. ഇടവക വികാരി റവറൻ റോയി എ തോമസ് ഈ സംഗീത വിരുന്നിന് നേതൃത്വം നൽകി. ജോൺ ഫിലിപ്പ് സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ അന്ന തോമസ് നന്ദിയും പറഞ്ഞു. My name is Sujata and I'll be your MC for this evening's program. This evening, the St. Thomas Martyr Church of Delaware Valley in Malvern, Pennsylvania is blessed with the opportunity to host Choir Fest 2016. It is with great pleasure that I stand before you today with the responsibility of introducing and welcoming everyone on behalf of the parish. And life is wonderful.
come to the end of the program, and I've been tasked at this time to give the vote of thanks. ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇല്ലനോയിയുടെ നേതൃത്വത്തിൽ നഴ്സസ് വാരാചരണവും ഇതിനോടനുബന്ധിച്ച് ഷിക്കാഗോയിൽ വെച്ച് നടക്കുന്ന നൈനയുടെ ദ്വൈവാർഷിക സമ്മേളനത്തിന്റെ രജിസ്ട്രേഷൻ കിക്ക് ഓഫും നടക്കുകയുണ്ടായി. അമേരിക്കൻ ലീജിയൻ മെമ്മോറിയൽ സിവിക് സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ റവറൻഡ് ഫാദർ ബാബു മഠത്തിൽ അധ്യക്ഷ പ്രസംഗവും കുക്ക് കൗണ്ടി എക്സിക്യൂട്ടീവ് നഴ്സിംഗ് ഡയറക്ടർ ആഗ്നസ് തേറാഡി മുഖ്യപ്രഭാഷണവും നൽകി. ചടങ്ങിൽ നൈനയുടെ ദേശീയ നേതാക്കളും പങ്കെടുക്കുകയുണ്ടായി. To join us for the lamp lighting ceremony. Good evening to everybody. I'm very much delighted to participate in Nurses Week celebration here today. When I see a doctor, I see pain removers. When I see a dentist, I see those who bring smiles on the face of people. But when I see a nurse, I'm reminded of angels moving in a full moon night. Honored to be here. Thank you so much for having me. Now, many of you supported me in running for the Congress, and I thank you so much for your support. I want to say Happy Nurses Week. He is celebrating this Nurses Week with the National Nurses Week. According to American Nurses Association, the 2016 National Nurses Week theme is Culture of Safety. It starts with you. So I want to wish all of you a very, very special Nurses Week. We have to remember that care and cure is the right of every human being. I salute you for all you do every day to make a difference to the nurse, to the patients, and to the calling of your profession. So let's give a big round of applause to all the nurses here. Our history started in this country in the late 60s, and the first chapter was organized and started in New Jersey. And then since that time, you had 2, 3, 4 or 5 more chapters started after that. Miami, Florida, Houston, Dallas, Chicago, New York, not in any order like that. It is an honor for us that the National Board elected, chosen the Illinois chapter to host the NINA conference here in Chicago again, and be proud of that. 2002, I got a call saying that we're going to have this inaugural Nurses Association, and we need to have a special guest. It's the President of the United States who actually inaugurated, our organization here. So you should give yourselves a round of applause. Mr. Sunina Chaco and Monsi. A big round of applause. So we are hoping, everybody. To wish you all Happy Nurses Week. I'm excited to be here and to learn more about your organization and to see that it's a very fast-growing organization with a lot of dedicated members. So congratulations again. I would like to express my sincere thanks and gratitude to all my fellow nurses. അടുത്തതായി ഷിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയ് പി തോമസിന്റെ ഹെൽത്ത് ടിപ്സ്. നെയ്യ് പാടില്ല, ഇറച്ചി പാടില്ല, തേങ്ങ പാടില്ല, ഉപ്പ് കൂടുതൽ പാടില്ല, ഇങ്ങനെ പാടില്ലായ്കകളുടെ ഒരു വലിയ പട്ടികകളാണ് പലപ്പോഴും ഡോക്ടർമാര് രോഗികളുടെ മുമ്പിൽ നിരത്തി വയ്ക്കാറുണ്ട്. അതുകൊണ്ട് കഴിക്കാൻ പാടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുകയായിരുന്നു. കഴിക്കുന്നതിൽ കുഴപ്പമില്ലാത്ത ഒന്നുണ്ട്, ഫിഷ്, മത്സ്യം. മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛൻ രാമായണം രചിക്കുന്നതിന് മുമ്പായി ഭൃത്യനെ ഭട്ടതിരിയുടെ അരിക്കൽ പറഞ്ഞയച്ചു, പണ്ഡിത ശിരോമണിയായ അദ്ദേഹത്തിന്റെ അരിക്കൽ പറഞ്ഞയച്ചു എന്നാണ് ചരിത്രം. ശാസ്ത്രികള് ഭൃത്യനോട് പറഞ്ഞു, എഴുത്തച്ഛന്റെ അരിക്കൽ ചെന്ന് പറയണം, മീൻ തൊട്ടുകൂട്ടണമെന്ന് ഉപദേശിച്ചു. ഭൃത്യൻ ഗോപിഷ്ഠനായി തിരികെ വന്നെങ്കിലും എഴുത്തച്ഛൻ ഭൃത്യനെ സാന്ത്വനമാക്കി. മത്സ്യക്കൂർമ്മ വരാഹസ്യ എന്നാരംഭിക്കുന്ന ദശാവതാരങ്ങളില് മത്സ്യം മുതൽ ആരംഭിക്കണമെന്നാണ് ശാസ്ത്രികൾ ഉപദേശിച്ചതെന്ന് ഭൃത്യനോട് എഴുത്തച്ഛൻ പറഞ്ഞു മനസ്സിലാക്കി.
ഒരു ഡോക്ടർ എന്ന നിലയിൽ മീൻ തൊട്ടുകൂട്ടുക മാത്രമല്ല, ധാരാളം കഴിക്കുവാൻ ഉപദേശിക്കുന്നു. ഇന്നത്തെ അറിവിന്റെ അടിസ്ഥാനത്തിൽ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു മത്സ്യത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻസ്, വൈറ്റമിൻ ഡി, സെലനിയം തുടങ്ങിയവ ആരോഗ്യ സംരക്ഷണത്തിന് വളരെ ഉതകുന്ന വസ്തുക്കളാണ്. അതുപോലെ തന്നെ മത്സ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഹൃദ്രോഗത്തിനുള്ള സാധ്യത കുറയ്ക്കുന്നു, ഹാർട്ട് റേറ്റ് കുറയ്ക്കുന്നു, ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നു, ഇങ്ങനെ ഹൃദയത്തിന് പരിരക്ഷ നൽകുന്നു. ഓയിൽ ഫാറ്റ്സ് കൂടി അടങ്ങിയ മത്സ്യങ്ങളാണ് ഇക്കാര്യത്തിൽ ഏറ്റവും ഗുണം. നൽകുമ്പോൾ പരിമിതമായിരിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ആതിഥേയരോട് പലരോടും ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുമുണ്ട്. ഒരിക്കൽ ഭാസി കാലിഫോർണിയയ്ക്ക് പോകുമ്പോൾ മദ്യം അല്പം പോലും ഉപയോഗിക്കാത്ത എൻ്റെ വളരെ അടുത്ത സ്നേഹിതനായ ഒരു നമ്പൂതിരി അടുക്കൽ തന്നെ അദ്ദേഹത്തിന് താമസിക്കാനുള്ള ആതിഥ്യം ഞാൻ അറേഞ്ച് ചെയ്തു കൊടുത്തു. വളരെ സാത്വികനായ എൻ്റെ സ്നേഹിതൻ നമ്പൂതിരി ഒരു പ്യുവർ വെജിറ്റേറിയനാണ്. മത്സ്യം തൊടുക പോലുമില്ല.
നമ്പൂതിരിയുടെ ആതിഥ്യം കഴിഞ്ഞ് ഭാസി തിരിച്ചു വന്നപ്പോൾ ഞാൻ അടൂർ ഭാസിയോട് ചോദിച്ചു, ഭാസിച്ചേട്ടാ കാലിഫോർണിയ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഭാസി പറഞ്ഞു, ഞാൻ ഏർപ്പാടാക്കിയ നമ്പൂതിരി ഒരു നല്ല ആതിഥേയനായിരുന്നു, സ്നേഹ മനുഷ്യൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫ്രിഡ്ജിനകത്ത് ഷിവാസയിലെങ്കിലും ജോണി വാക്കറും പോയിട്ട് ഒരു ബിയറ് പോലും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. അത് ക്ഷമിക്കുവാൻ ഭാസി തയ്യാറായിരുന്നു. എന്നാൽ നമ്പൂരി ഒരു ദിവസം ഭാസിച്ചേട്ടനുമായി കാഴ്ച കാണാനായിട്ട് പുറത്തുപോയി. മത്സ്യം ധാരാളമുള്ള കാലിഫോർണിയയിൽ പാചകം ചെയ്ത് വിൽപ്പന ചെയ്യുന്ന ഫിഷർമാൻസ് വാർഫിലൂടെ കടന്നു പോകുമ്പോൾ വറുത്ത മീൻ്റെ നല്ല മണം. മീൻ്റെ മണം കാരണം നമ്പൂരി 2 വിരൽ കൊണ്ടിങ്ങനെ മൂക്ക് പൊത്തിപ്പിടിച്ചു എന്ന് പറഞ്ഞു. ഭാസി പറഞ്ഞു, താനും മൂക്ക് പൊത്തിപ്പിടിച്ചെന്ന്. ഞാൻ ഭാസിയോട് ചോദിച്ചു, ഭാസിച്ചേട്ടൻ എന്തിനാണ് മൂക്ക് പൊത്തിപ്പിടിച്ചതെന്ന് പറഞ്ഞു. മത്സ്യത്തിന്റെ ഗന്ധം മൂക്കിൽ കയറാതിരിക്കാൻ വേണ്ടി ആ നമ്പൂതിരി മൂക്കടച്ച് പൊത്തിപ്പിടിച്ചു. മൂക്കിൽ കയറിയ നല്ല മീൻ്റെ മണം പോകാതിരിക്കാൻ വേണ്ടി ഞാനും മൂക്കടച്ച് പിടിച്ചു എന്ന് ഭാസി പറഞ്ഞു. മത്സ്യത്തിന്റെ ഗന്ധം വെറുക്കുന്നില്ലെങ്കിൽ മത്സ്യം ആരോഗ്യ സംരക്ഷകമായ നല്ലൊരു ആഹാരമാണ്. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയ് പി തോമസ്. വരുന്നയാഴ്ചയും ഇതേ സമയം വീണ്ടും കാണാം. USA വീക്ക്ലി ന്യൂസ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.